മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 12 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്ത് മടങ്ങിപ്പോയി. അവർ പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ യോസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് മിസ്രയീമിലേക്ക് ഓടിപ്പോയി. ഞാൻ നിന്നോട് പറയുന്നതുവരെ അവിടെ പാർക്കുക. ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെ അമ്മയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ടു. മിസ്രയീമിലേക്ക് പോയി. ഹെരോദാവിൻ്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു. മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്യുന്നത് അന്ന് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. വിദ്വാൻമാർ തന്നെ കളിയാക്കി എന്ന് ഹെരോദാവ് കണ്ട് വളരെ കോപിച്ചു. വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിന് ഒത്തവണ്ണം 2 വയസ്സിനും താഴെയുള്ള ആൺകുട്ടികളെയൊക്കെയും ബേത്ലഹേമിലേക്കും അതിൻ്റെ എല്ലാ അതിരുകളും ആളയച്ച് കൊല്ലിച്ചു. റാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. റാഹേൽ മക്കളെ ചൊല്ലിക്കരഞ്ഞു. അവർ ഇല്ലായികയിൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു എന്ന് യെരമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അത് നിവൃത്തിയായി. എന്നാൽ ഹെരോദാവ് കഴിഞ്ഞുപോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ മിസ്രയീമിൽ വെച്ച് യോസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചു പോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്ത് പോക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് വന്നു. എന്നാൽ യഹൂദിയയിൽ അത്കോസ് തൻ്റെ അപ്പനായ ഹെരോദാവിന് പകരം വാഴുന്നു എന്ന് കേട്ടതുകൊണ്ട് അവിടെ പോകുവാൻ ഭയപ്പെട്ടു. സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ടും ഗലീല പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി. അവൻ നസ്രായനായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം നസ്രയത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു.